ഹലോ, ഞാൻ സവിത എന്ന് പറയും. ഒരു വെള്ളരിക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പുവാണ് ഇതിനെന്നെ പ്രോത്സാഹിപ്പിച്ചത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളരിക്കയും പഴമാങ്ങയും നുറുക്കിയിട്ടു കുക്കറിൽ. ഇതിന് ശരിക്കും ഈ കുഞ്ഞു കുഞ്ഞു മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ സാധാരണ പഴുത്ത മാങ്ങനെ പീസ് പീസാക്കിയിട്ട് അതിനെ കുക്കറിലൊന്ന് ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടു കേട്ടോ. ഈ മാങ്ങാക്കറി എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും അറിയാം, മാങ്ങാക്കറി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പഴമാങ്ങാക്കറി എന്ന് പറയും. അത് എല്ലാവർക്കും ചെയ്യാൻ അറിയാം. എങ്കിലും ഈ റെസിപ്പി ഒന്ന് നോക്കൂ, നോക്കിയിട്ട് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നന്നായി എങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറി യൂട്യൂബിൽ ഇടാമെന്ന് വെച്ചത്. ബിക്കോസ് അപ്പുകാരനാണ്. അപ്പു ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു. കുക്കറിലിട്ട് വെന്തു കേട്ടോ. എന്നിട്ട് ഒരു കൽച്ചട്ടിയിൽ എടുത്തിട്ട് അതിനെ കൽച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഒരു 1/4 കപ്പ് തേങ്ങയും പിന്നെ ഒരു കട്ട തൈരും കൂടി രണ്ടും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുക. അടിച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളരിക്കയും മാങ്ങയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്നും കൂടി മുളക് പൊടി ഇടണ്ട കേട്ടോ. എന്താ കാരണം എന്നറിയോ? ഇതിൻ്റെ ആ കളർ അങ്ങോട്ട് വേറൊരു റെഡിഷ് കളറാവും. അത് കാരണം മുളക് പൊടി ഇടണ്ടേ. എൻ്റെ അപ്പൂന്ന് ആരാന്നറിയണ്ടേ? എൻ്റെ അപ്പു വന്നിട്ട് ദുബായിൽ നിന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ ആങ്ങളുടെ മകളുടെ മോനാണ് അപ്പു. അപ്പോൾ അവൻ എപ്പോൾ നോക്കിയാലും സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുക. അവന് ബോറാണ് എന്നും പറഞ്ഞിട്ട് വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല അവന്. അപ്പോൾ ശരി എന്നാൽ നമുക്കൊരു വീഡിയോ എടുക്കാൻ വാ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ് കിച്ചണിലേക്ക്. അപ്പോൾ അവ എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ശരി അമ്മ, ഞാൻ എഡിറ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി വായോ പറഞ്ഞ് ഞാൻ അവൻ വന്ന് എഡിറ്റിങ് ചെയ്തതാണ്. ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അവനും ചെറിയ കുട്ടിയാണ്, 10 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇപ്പോൾ ഇതാ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അപ്പു വന്നിട്ട് പോവാറായി, കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു 2-3 വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. ഞാനാണ് അപ്പോൾ അമ്മായി പറയണ്ടായിരുന്ന അപ്പു. ഞാൻ 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും എഡിറ്റിംഗ് മിസ്റ്റേക്സ് ഉണ്ട് വെച്ചാൽ ക്ഷമിക്കണേ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ദുബായിൽ നിന്ന് വന്നത്. ഇപ്പം ഞാൻ എൻ്റെ അച്ഛമ്മേനെ കാണാൻ ചെന്നൈയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മായിയും എത്ര പറ്റുമെന്ന് വെച്ചാൽ അത്രയ്ക്ക് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അത് പറഞ്ഞ മാതിരി തന്നെ തിരിച്ചും ഞാൻ ചെറിയൊരു കുട്ടിയാണ്, അത് കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടിട്ട് ക്ഷമിക്കണേ. ഇതപ്പോൾ നല്ലോണം തിള വന്നു. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഈ കറീനൊന്ന് വറുത്തിടാം. അതിനായിട്ടൊരു ചട്ടി എടുത്തു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് കടുക്, മുളക്, ഉലുവ, ജീരകം, അങ്ങാടി മുളക് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങാടി മുളക് പറയും. ഈ ചുവന്ന മുളകില്ലേ, അതിനെ പീസാക്കിയിടുക. എന്നിട്ട് എണ്ണയിൽ കണ്ടിടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വറുക്കുക. കടുപ്പട്ടെന്നൊരു ശബ്ദം വരും. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ആ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണം വരാനുണ്ട്. ആ ഉലുവയുടെയും ജീരകത്തിൻ്റെയും ആ മുളകിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ളൊരു നല്ല അത് വറക്കുമ്പോൾ തന്നെ നമുക്ക് ആ കറി കൂട്ടാൻ തോന്നും. അത്രയും നല്ലൊരു മണം വരുന്നുണ്ടേ. ഇതാ വറുത്ത് കഴിയാറായി. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക.
വറുത്തു കേട്ടോ. വറുത്തിട്ട് ഇതാ കറിയിലേക്ക് അതാ കൊട്ടുന്നേ. അതാ ആഹാ, എന്താ സൂപ്പർ സൂപ്പർ കറി അതിൻ്റെ കേട്ടോ. നല്ലോണം ഒന്നും കൂടി അങ്ങോട്ട് യോജിപ്പിക്കുക കറിയിൽ. കറി റെഡി ആയില്ലേ? ഇനി ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ ഞാൻ. ഇപ്പോൾ കുറച്ചൊരു പോരായി കണ്ട് തോന്നുന്നു. ഒരു നുണ്ട് ഉപ്പും കൂടി ഇടാം. ഓക്കെ ഓക്കെ ഇനി ഒന്നും കൂടി ഇളക്കുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു അപ്പൂനൊക്കെ ഈ കറി കണ്ട മോരും കറിയാണ് പറഞ്ഞാൽ അവൻ കഴിക്കില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ വേറെ നല്ലൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ ആ പാത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് നല്ലൊരു അട്രാക്ഷൻ തോന്നുമല്ലോ. ഹായ് നല്ലൊരു കറി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ചോറിനൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടം തോന്നും. വേറെ എന്തെങ്കിലും പയറുപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കൊടുത്താൽ പപ്പടം ഉണ്ടായാൽ നല്ല സുഖമായിട്ട് ഊണ് കഴിക്കാം. ഇതാ ഗാർണിഷ് ചെയ്തു. ഇതാണ് എൻ്റെ പഴമാങ്ങ കറി കേട്ടോ. പഴമാങ്ങയും വെള്ളരിക്കയും